അങ്ങനെ ഞങ്ങൾ ആക്റ്റീവ് പ്ലാനറ്റ് പാർക്കിൻ്റെ അവിടെ എത്തിയിട്ടോ. ചേട്ടായി വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയി. ഇവിടെ കാണുമ്പോൾ തന്നെ നല്ല കളർഫുള്ളായ ഏരിയ ആണ്. ചെടികളും അങ്ങനെ കാണാൻ നല്ല രസമുണ്ട്. ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുമ്പിലേക്ക് കുറച്ച് അങ്ങോട്ടേക്ക് നടക്കണം കേട്ടോ. എല്ലാം നല്ല കളർഫുള്ളാണ്. ചുമരുകളും ബോർഡുകളൊക്കെ നല്ല കളർഫുള്ളായിട്ടാണ് ഉള്ളത്. കുട്ടികൾ നല്ല സന്തോഷത്തിലാണ്. കുറച്ചങ്ങ് നടക്കണം. ചേട്ടായി പാർക്ക് ചെയ്ത് വന്നു. ഇതാണ് പാർക്കിംഗ് ഏരിയ. അങ്ങനെ ഞങ്ങൾ പാർക്കിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടോ. 6:30 ആയതുകൊണ്ട് തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് ഫ്രണ്ടൊക്കെ. പിന്നെ ലീവൊക്കെ ആയതുകൊണ്ട് ആൾക്കാരും അത്യാവശ്യമുണ്ട്. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിന് മുമ്പിലേക്ക് പോവുകയാണ്. കുട്ടികളൊക്കെ നല്ല ഹാപ്പി മൂഡിലാണുള്ളത്. ഇപ്പോൾ വെയിറ്റ് ചെയ്യാണ് എല്ലാവരും. അപ്പോൾ ആമി ആദ്യം കൂടി ഹൈറ്റ് നോക്കുകയാണ്. അങ്ങനെ ചേച്ചിയും ചേട്ടയും അച്ഛനും കൂടി ടിക്കറ്റ് എടുക്കാൻ നോക്കുകയാണ്. കുട്ടികൾക്ക് 200ഉം മുതിർന്നവർക്ക് 150 ടിക്കറ്റ്. എല്ലാവർക്കും കൂടി 1150 അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എല്ലാം എടുത്തു കേട്ടോ. ഇതാണ് ടിക്കറ്റ്. പിന്നെ ഫ്രണ്ടിൽ ഇത് കാണിച്ചിട്ട് വേണം ഉള്ളിലേക്ക് കയറാൻ. അങ്ങനെ എല്ലാവരും കൂടി ഉള്ളിലേക്ക് പോവുകയാണ്. കൗണ്ടറിലുള്ള ആൾ ടിക്കറ്റിൻ്റെ നോക്കിയിട്ട് വിടുകയുള്ളൂ ഉള്ളിലേക്ക്. അങ്ങനെ ഉള്ളിലേക്ക് പോയപ്പോൾ ഫുൾ കളർഫുള്ളാണ്. കാരണം നൈറ്റായി ഏകദേശം. അപ്പോൾ എല്ലാം കാണുവാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടികൾക്ക് എവിടെയാണ് കളിക്കാൻ പോകേണ്ടത് എന്താണെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ഇവിടെയാണെങ്കിൽ നമ്മളെ JCB ഇലക്ട്രിക്കലാണ്. ഇലക്ട്രിക്കൽക്കൊക്കെ പേയ്മെൻറ്റ് എക്സ്ട്രാ ചെയ്യണം. 60 രൂപയാണ്. ഇലക്ട്രിക്കൽ അല്ലാത്തതിനൊന്നും പേയ്മെൻറ്റ് ചെയ്യണ്ട. ഇപ്പോൾ കുട്ടികൾ ഇലക്ട്രിക്കിൽ പോകണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനിലാണ്. JCBയിൽ കയറണോ എന്നുള്ള കൺഫ്യൂഷനിൽ. പിന്നെ ആദ്യമൊക്കെ അത്ര അതിനോട് താല്പര്യം ഇല്ലായിരുന്നു. അതിനുള്ളിലേക്ക് പോകാനാണ് താല്പര്യം. എന്നാലും ഒന്ന് ചോദിച്ച് നോക്കാൻ പറഞ്ഞ് ഫ്രണ്ടിലേക്ക് ഞങ്ങൾ പോയി. ഇത് JCB ആണ്. JCBയിലിരുന്ന് മണ്ണ് മാന്തുന്നത്. ഇലക്ട്രിക്കൽ അത്. ആദ്യം അത് വേണ്ടാന്ന് പറഞ്ഞു. 60 രൂപയാണ് ടിക്കറ്റ്. എക്സ്ട്രാ ടിക്കറ്റാണ് ഇത്. അപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഫ്രണ്ടിലേക്കൊന്ന് പോയി നോക്കുക. അതിനെക്കുറിച്ച് ചോദിക്കുകയാണ് ചേട്ടായി. എത്ര പേയ്മെൻ്റ് എന്ന് ഒക്കെ. അങ്ങനെ അത് വേണ്ട പറഞ്ഞ് ഞങ്ങൾ ഉള്ളിലേക്ക് പോയി.